പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു. ചൈനീസ് തന്ത്രങ്ങൾ അറബിക്കടലിൽ മുങ്ങുന്നു. ലോകശക്തികളുടെ ഉപരോധ ഭീഷണികളെ ചവറ്റുകുട്ടയിലെറിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ ഇറാനിൽ നടത്തിയത് സമാനതകളില്ലാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. ഭാരതത്തിന്റെ പേർഷ്യൻ തുറുപ്പുചീട്ട ചബഹാർ തുറമുഖം ഇനി ഇന്ത്യയുടെ കൈകളിൽ. എന്താണ് ചബഹാർ? എന്തിനാണ് പാകിസ്ഥാൻ ഈ നീക്കത്തെ ഭയക്കുന്നത്? നോക്കാം. ഭാരതം ഇന്ന് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന കാലം കഴിഞ്ഞു. ഇത് തീരുമാനങ്ങൾ എടുക്കുന്ന പുതിയ ഇന്ത്യയുടെ കാലമാണ്. ഇറാനിലെ ചബഹാർ തുറമുഖത്തെ ചൊല്ലിയുള്ള പുതിയ സംഭവ വികാസങ്ങൾ കേവലം ഒരു ബിസിനസ് കരാറല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന കടമ്പിയെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളിക്കൊണ്ട് ഇന്ത്യ പടുത്തുയർത്തുന്ന തന്ത്രപരമായ കോട്ടയാണ്. അമേരിക്കൻ ഉപരോധങ്ങളുടെ ഭീഷണി നിലനിൽക്കുമ്പോഴും ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ പേർഷ്യൻ കരുനീക്കം പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിശാസ്ത്രപരമായ ഒരു തടവറയിലായിരുന്നു ഇത്രയും കാലം ഇന്ത്യ. മധ്യേഷ്യയിലേക്ക് പോകാൻ പാകിസ്ഥാൻ വഴി നൽകിയില്ല. അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ പാകിസ്ഥാൻ അനുവാദം തരില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രശ്നത്തിന് ഒരു ബൈപ്പാസ് സർജറി നടത്തി. പാകിസ്ഥാനെ പൂർണ്ണമായും വെട്ടിമാറ്റിക്കൊണ്ട് അറബിക്കടലിലൂടെ ഇറാനിലെ ചബഹാറിലേക്ക് ഒരു പുതിയ പാത. ഇന്ന് ചബഹാറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ചരക്ക് ലോറികൾ കുതിക്കുമ്പോൾ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പാകിസ്ഥാൻ സൈനികർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇന്ത്യയുടെ കച്ചവടം തടയാമെന്ന പാകിസ്ഥാന്റെ മോഹം മോദി സർക്കാർ കടലിൽ ഒഴുക്കി. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന തന്ത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇന്ത്യയെ കടലിലൂടെ വളയാൻ പാകിസ്ഥാനിലെ ഗ്വാദാറിൽ അവർ കോടികൾ മുടക്കി ഒരു തുറമുഖം പണിതു. എന്നാൽ ചാണക്യതന്ത്രം പ്രയോഗിച്ച ഇന്ത്യ ഗ്വാദാറിന് തൊട്ടടുത്ത ചബഹാറിൽ താവളമുറപ്പിച്ചു. ഗ്വാദാറിൽ ഇരുന്ന് ചൈന എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയും. ചൈനയുടെ ഓരോ നീക്കത്തിനും ഇന്ത്യ ഇന്ന് അറബിക്കടലിൽ കാവൽ നിൽക്കുകയാണ്. ഇത് ഭാരതത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ വിജയം കൂടിയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ലോകപ്രസിദ്ധമാണ്. ഇറാനുമായി ബന്ധം വെച്ചാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചബഹാർ അനിവാര്യമാണെന്ന് ഇന്ത്യ ഉറച്ചു പറഞ്ഞു. അമേരിക്കയോട് സംസാരിക്കുമ്പോഴും ഇറാനുമായുള്ള കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയില്ല. 2024 ഒപ്പിട്ട 10 വർഷത്തെ കരാർ മോദി സർക്കാരിന്റെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ അടയാളമാണ്. ലോകത്തെ വൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ് ചബഹാറിൽ കാണുന്നത്. ചുരുക്കത്തിൽ ചബഹാർ ഒരു തുറമുഖം മാത്രമല്ല, അത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ സഹായ ഹസ്തം കൂടിയാണ്. മധ്യേഷ്യയിലേക്കുള്ള വ്യാപാര കവാടമാണ്. പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടിനുള്ള കനത്ത പ്രഹരവുമാണ്. ശത്രുക്കളുടെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഭാരതം കുതിക്കുകയാണ്. ഈ പടയോട്ടം തടയാൻ ആർക്കും കഴിയില്ല. അതെ, ചബഹാറിലൂടെ ഇന്ത്യ തുറക്കുന്നത് ലോകത്തിന്റെ നെറുകയിലേക്കുള്ള കവാടമാണ്. ഈ കരുത്ത് വരും ദശാബ്ദങ്ങളിൽ ഭാരതത്തെ ആഗോള സാമ്പത്തിക ശക്തിയായി മാറ്റുമെന്നതിൽ സംശയമില്ല. ഇത്രയും കാലം അഫ്ഗാനിസ്ഥാനിലേക്കോ റഷ്യയിലേക്കോ പോകണമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ കണ്ണുരുട്ടൽ സഹിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ മോദി സർക്കാർ ഈ നോ എൻട്രി ബോർഡിനെ മറികടക്കാൻ കണ്ടെത്തിയ വഴിയാണ് ചബഹാർ. പാകിസ്ഥാനെ തൊടാതെ അവരെ പൂർണ്ണമായും ഒഴിവാക്കി അറബിക്കടലിലൂടെ നേരിട്ട് ഇറാനിലെത്താം. അവിടെ നിന്ന് ട്രെയിൻ വഴിയും റോഡ് വഴിയും യൂറോപ്പിലേക്കും റഷ്യയിലേക്കും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഒഴുകും. ഇത് വെറും ഒരു തുറമുഖമല്ല, പാകിസ്ഥാൻ എന്ന തടസ്സത്തിന് മേൽ ഇന്ത്യ പണിത ആധുനിക ബൈപ്പാസ് റോഡാണ്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഗ്വാദർ തുറമുഖം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ അതിന് തൊട്ടടുത്ത് വെറും 170 കിലോമീറ്റർ അകലെ ഇന്ത്യ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തി. അമേരിക്ക ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ലോകം മുഴുവൻ പിന്നോട്ട് വലിഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി കുലുങ്ങിയില്ല. ഇന്ത്യയുടെ താല്പര്യം വിട്ടുവീഴ്ചയില്ലാത്തതാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇറാനുമായി 10 വർഷത്തെ കരാർ ഒപ്പിട്ടു. ഇത് മോദിയുടെ നയതന്ത്ര വിജയമാണ്, ഇന്ത്യയുടെ കരുത്താണ്. ഈ നീക്കം ഇന്ത്യയുടെ ഖജനാവ് നിറയ്ക്കും. ചിലവ് 30% കുറയും. റഷ്യയിൽ നിന്നുള്ള ഇന്ധനവും മധ്യേഷ്യയിലെ പ്രകൃതിവാതകവും ഇനി ചുളുവിലേക്ക് ഇന്ത്യയിലെത്തും. സങ്കീർണമായ ലോക രാഷ്ട്രീയ സാഹചര്യത്തിലും സ്വന്തം നേട്ടം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഭക്ഷ്യക്ഷാമം നേരിട്ട അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പ് അയക്കാൻ പാകിസ്ഥാൻ വഴി ചോദിച്ചപ്പോൾ അവർ നിരസിച്ചു. എന്നാൽ ചബഹാർ വഴി ടൺ കണക്കിന് സഹായം എത്തിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ മുഖത്തടിച്ചു. മാനുഷിക മൂല്യങ്ങൾക്കും തന്ത്രപരമായ മുൻതൂക്കത്തിനും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യ ഇന്ന് ലോക ഗുരുവായി മാറുന്നത് വാക്കുകൾ കൊണ്ടല്ല, ഇത്തരം പ്രവർത്തികൾ കൊണ്ടാണ്. ചബഹാർ എന്നത് വെറും കോൺക്രീറ്റ് തൂണുകളല്ല, അത് പാകിസ്ഥാനെയും ചൈനയെയും വിറപ്പിക്കുന്ന ഇന്ത്യയുടെ ഇരുമ്പ് കോട്ടയാണ്.
സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ശത്രുക്കളുടെ ചാണക്യതന്ത്രങ്ങളെ സ്വന്തം തന്ത്രങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു പുതിയ ഇന്ത്യയാണ് നാം ഇവിടെ കാണുന്നത്. മോദി സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണം ഇന്ത്യയെ വരും ദശാബ്ദങ്ങളിൽ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും എന്നതിൽ സംശയമില്ല. പക്ഷേ 2024 മെയ് മാസത്തിൽ ഇറാനിൽ ഒരു കരാർ ഒപ്പിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ നീക്കം പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ അഹങ്കാരത്തിനേറ്റ അന്ത്യശാസനമായിരുന്നു. ഇന്ത്യ ഇനി പാകിസ്ഥാന്റെ വഴി ചോദിക്കില്ല. പകരം ഇന്ത്യ സ്വന്തമായി ഒരു വഴി വെട്ടിയിരിക്കുന്നു. ചബഹാർ, ഭാരതത്തിന്റെ പേർഷ്യൻ കരുത്ത്. ചൈന പാകിസ്ഥാനിൽ ഗ്വദാർ തുറമുഖം പണിത് ഇന്ത്യയെ പൂട്ടാനാണ്, അറബിക്കടലിൽ ഭാരതത്തെ ഒറ്റപ്പെടുത്താനാണ്. എന്നാൽ മോദി സർക്കാർ തിരിച്ചടിച്ചത് അതിലും വലിയ തന്ത്രം കൊണ്ടാണ്. ഗ്വാദാറിന് വെറും വിളിപ്പാടകലെ ചബഹാറിൽ ഇന്ത്യ കപ്പലുകൾ അടുപ്പിച്ചു. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ ലോകം വിറച്ചു നിന്നപ്പോൾ മോദി ഒരു സന്ദേശം നൽകി: ഇന്ത്യയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. ഒടുവിൽ അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയുടെ ഈ പ്രത്യേക താല്പര്യത്തെ അംഗീകരിക്കേണ്ടി വന്നു. ഇതൊരു ഭരണാധികാരിയുടെ മാത്രം വിജയമല്ല, ഇന്ത്യ എന്ന വൻ ശക്തിയുടെ നയതന്ത്ര ധൈര്യമാണ്. ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് കിട്ടും? കേവലം ഒരു വഴി മാത്രമല്ല ഇത്. റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്കെത്തിക്കാൻ ഇനി സൂയസ് കനാലിലെ ബ്ലോക്കുകളിൽ കുടുങ്ങേണ്ടതില്ല. സമയത്തിൽ 40% ലാഭം, പണത്തിൽ 30% ലാഭം. ഒന്ന് സങ്കല്പിക്കുക, ഇന്ത്യയിൽ നിന്ന് ഒരു കണ്ടെയ്നർ യൂറോപ്പിലെത്താൻ ഇനി ആഴ്ചകൾ വേണ്ട. മധ്യേഷ്യയിലെ വമ്പൻ എണ്ണപ്പാടങ്ങളിലേക്ക് ഇന്ത്യക്ക് ഇനി നേരിട്ട് പ്രവേശനമുണ്ട്. പാകിസ്ഥാനെ നോക്കി ഇന്ത്യ പറയും: നിങ്ങളുടെ ഭൂമി നിങ്ങൾ വെച്ചോളൂ, ഞങ്ങൾക്ക് കടലുണ്ട്, കരുത്തുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പുകയുന്നത്? കാരണം ലളിതമാണ്. ഇതുവരെ അഫ്ഗാനിസ്ഥാനെ നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് ഈ റൂട്ടുകളാണ്. ചബഹാർ വന്നതോടെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി അടുത്തു. പാകിസ്ഥാന്റെ പ്രസക്തി ലോക ഭൂപടത്തിൽ കുറഞ്ഞു. ഇന്ത്യയുടെ ഈ പേർഷ്യൻ കണക്ടിവിറ്റി പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ ആക്കം കൂട്ടുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ശത്രുവിനെ യുദ്ധം ചെയ്യാതെ തോൽപ്പിക്കുന്ന ചാണക്യതന്ത്രം ചബഹാർ ഒരു തുടക്കം മാത്രമാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത, സ്വന്തം വഴി സ്വന്തം വെട്ടുന്ന, ലോകം ആദരവോടെ നോക്കുന്ന ഒരു പുതിയ ഭാരതത്തിന്റെ പ്രതീകം. നരേന്ദ്രമോദിയുടെ ഈ മാസ്റ്റർ സ്ട്രോക്ക് വരും തലമുറകൾക്ക് നൽകുന്നത് ഒരു സന്ദേശമാണ്: ഭാരതം ഇനി ആർക്കു മുന്നിൽ തലകുനിക്കില്ല, പകരം ലോകത്തെ നയിക്കും. ചബഹാറിലൂടെ ഇന്ത്യ പറയുകയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക്. ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഗൾഫ് രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ചബഹാർ വഴി മധ്യേഷ്യയിലെ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ വമ്പൻ എണ്ണ പ്രകൃതിവാതക ശേഖരത്തിലേക്ക് ഇന്ത്യക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. കേവലം ചരക്കു നീക്കം മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ ഇൻഷുറൻസ് കൂടിയാണ് ചബഹാർ. അറബ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ മധ്യേഷ്യയിലെ ഇന്ധന ശേഖരം ഇന്ത്യയിലെത്തിക്കാൻ ഈ പാത സഹായിക്കും. ചബഹാറിലെ ഓരോ കല്ലിലും കൊത്തിവെച്ചിരിക്കുന്നത് ലോകക്രമത്തിൽ ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ കഥ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് നൽകിയ സഹായമായാലും മധ്യേഷ്യയിലേക്കുള്ള വ്യാപാരമായാലും ഇന്ത്യ ഇന്ന് ലോകഗുരുവായി മാറുന്നത് ഇത്തരത്തിലുള്ള ദൃഢനിശ്ചയത്തിലൂടെയാണ്. പാകിസ്ഥാന്റെ പുകച്ചിലുകൾ തുടരട്ടെ, ചൈനയുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കട്ടെ, ഭാരതം കുതിക്കുകയാണ്, ആർക്കും തടയാനാകാത്ത വേഗത്തിൽ. ഈ തന്ത്രപരമായ മുന്നേറ്റം വരും തലമുറകൾക്ക് നൽകുന്നത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാനുള്ള കരുത്താണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.